നമസ്കാരം. പി കെ മീഡിയയുടെ സ്റ്റോറീസ് ചാനലിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം. കേരളത്തിലെ കുട്ടനാടൻ നെൽകൃഷി വ്യാപകമാകുന്നതിൽ സുപ്രധാന പങ്കുവഹിച്ച കർഷകനും ഭൂവുടമയുമായിരുന്നു കായൽ രാജാവ് എന്നറിയപ്പെടുന്ന മുരിക്കുംമൂട്ടിൽ ഔതച്ചൻ അഥവാ ജോസഫ് മുരിക്കൻ. സമുദ്രനിരപ്പിന് താഴെയുള്ള വേമ്പനാട് കായലിൻ്റെ അടിത്തട്ടിൽ നിന്ന് ആയിരക്കണക്കിന് ഏക്കർ കൃഷിനിലങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് കുട്ടനാടിന് സമ്മാനിച്ച സാഹസികനായിരുന്നു അദ്ദേഹം. മധ്യ തിരുവിതാംകൂറിനെ അന്നമൂട്ടിയ അന്നദാന പ്രഭുവായിരുന്നു ജോസഫ് മുരിക്കൻ. ജലനിരപ്പിന് താഴെ കൃഷി ചെയ്തുകൊണ്ടുള്ള അത്ഭുതം കുട്ടനാട്ടിലും ഹോളണ്ടിലും മാത്രമേ ഉള്ളൂ. ആലപ്പുഴയിലെ കുട്ടനാടിന് ലോക ഭൂപടത്തിൽ ഒരു വലിയ സ്ഥാനം കുറിച്ച് നൽകുന്നതിൽ മുരിക്കൻ വഹിച്ച പങ്ക് വലുതാണ്. ആ മുരിക്കനെക്കുറിച്ചുള്ള കഥകളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അതിൻ്റെ പശ്ചാത്തലം നോക്കാം. ഇന്ന് തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയുടെ ഭാഗമായ നാഞ്ചിനാട് ആയിരുന്നു ആദ്യകാലത്ത് തിരുവിതാംകൂറിൻ്റെ നെല്ലറ എന്നറിയപ്പെട്ടിരുന്നത്. എന്നാൽ ധാന്യത്തിൻ്റെ ആവശ്യം വർദ്ധിച്ചു വന്നപ്പോൾ മറ്റൊരു നെല്ലറ കൂടി ഉണ്ടാകണമെന്ന് തിരുവിതാംകൂർ ഭരണാധികാരികൾക്ക് ബോധ്യമായി. അതിന് അനുയോജ്യമായി കണ്ടത് കുട്ടനാട് ആണ് എന്ന് അവർക്ക് മനസ്സിലായി. കായൽ നിലങ്ങൾ സർക്കാർ ഉടമസ്ഥതയിലായിരുന്നു. ആയിരങ്ങളുടെ കഠിനാധ്വാനം കൊണ്ട് രൂപപ്പെട്ടവയാണ് ഇന്ന് കുട്ടനാട്ടിൽ കൃഷി ചെയ്യുന്ന കായൽ നിലങ്ങൾ. 19-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യഘട്ടങ്ങളിൽ ചില സ്വകാര്യ സംരംഭകർ ഈ പ്രയത്നത്തിന് സ്വമേധയാ മുതിർന്നെങ്കിലും വമ്പിച്ച മുതൽ മുടക്കും മനുഷ്യാധ്വാനവും ഒക്കെ ആവശ്യമായതിനാൽ ഈ രംഗത്ത് കൂടുതൽ മുന്നേറാൻ അവർക്ക് സാധിച്ചില്ല. ആ കാലഘട്ടത്തിൽ 250 ഹെക്ടർ കായൽ നിലങ്ങൾ മാത്രമാണ് ഈ ആദ്യഘട്ടത്തിൽ നികത്തപ്പെട്ടത്. രണ്ടാം ഘട്ടത്തിലേക്ക് പോകാം. വർദ്ധിച്ചു വരുന്ന ഭക്ഷ്യധാന്യ ആവശ്യം നിറവേറ്റുന്നതിന് കൂടുതൽ സ്ഥലത്ത് കൃഷി തുറക്കേണ്ടതാണെന്ന തിരിച്ചറിവിൽ ഭരണകൂടം വിശാലമായ കായൽ ഭാഗങ്ങൾ നികത്തുന്നതിന് അനുമതി നൽകി. ഇതിനു പുറമെ 1880കളുടെ തുടക്കത്തിൽ കായൽ പ്രദേശങ്ങൾ നികത്തുന്നതിന് സർക്കാർ 4% പലിശ നിരക്കിൽ വായ്പ അനുവദിക്കുകയും ചെയ്തു. ഇപ്രകാരം നികത്തിയെടുക്കുന്ന നിലങ്ങൾക്ക് ആദ്യത്തെ 5 വർഷം ഭൂനികുതി ഇളവ് ചെയ്തു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ 1888 കായൽ നികത്തിൻ്റെ രണ്ടാം ഘട്ടം ആരംഭിച്ചു. ഈ ഘട്ടത്തിൽ രൂപം കൊണ്ട പ്രധാന കായൽ നിലങ്ങളാണ് കാവാലം വില്ലേജിലെ രാജാരാമപുരം, മാണിക്യമംഗലം കായലുകൾ, കൈനകരി വില്ലേജിലെ ആറുപങ്ക്, ചെറുകാലി കായൽ മുതലായവ. എന്നാൽ 1903 മദ്രാസ് പ്രസിഡൻസി ഗവൺമെൻറ്റിൻ്റെ സമ്മർദ്ദത്തെ തുടർന്ന് തിരുവിതാംകൂർ രാജാവ് കായൽ നികത്തൽ നിർത്തിവെച്ചുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചു. അമിതമായ നികത്തൽ പ്രക്രിയ മൂലം കൊച്ചി തുറമുഖ കവാടത്തിൽ മണ്ണടിഞ്ഞ് തുറമുഖത്തിൻ്റെ നിലനിൽപ്പ് ഭീഷണി ഉണ്ടാകുമെന്ന ആശങ്കയെ തുടർന്നാണ് ഇത് ചെയ്തത്. രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷമുണ്ടായ ഭക്ഷ്യക്ഷാമം പരിഹരിക്കാൻ 1912 കായൽ നികത്തിനുള്ള നിരോധനം പിൻവലിച്ചതോടുകൂടി നിലനികത്തലിൻ്റെ 3-ാം ഘട്ടം ആരംഭിച്ചു. കായൽ നികത്തി ഭൂമിയെടുക്കുവാൻ മഹാരാജാവ് പലരോടും പറഞ്ഞെങ്കിലും വൻതോതിൽ ആസൂത്രിതമായി ഏറ്റെടുത്ത് നടത്തുവാൻ ചങ്കുറപ്പ് മുരിക്കന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മറ്റുള്ളവർ കുറച്ച് സ്ഥലങ്ങൾ മാത്രമാണ് നികത്തിയെടുത്തത്. മുരിക്കൻ പ്രസിദ്ധമായ റാണി, അതായത് ടി ബ്ലോക്ക്, ചിത്തിര ക്യൂ ബ്ലോക്ക്, മാർത്താണ്ഡം എസ് ബ്ലോക്ക് എന്നിങ്ങനെ 2152 ഏക്കറോളം ഭൂമി കായൽ നിലങ്ങൾ നികത്തിയെടുത്തത് ഈ 3-ാം ഘട്ടത്തിലാണ്. രാജകുടുംബത്തോടുള്ള മുരിക്കൻ്റെ കടപ്പാടാണ് നികത്തിയ നിലങ്ങൾക്ക് ഇത്തരത്തിൽ രാജാക്കന്മാരുമായിട്ട് ബന്ധപ്പെട്ട പേരുകൾ നൽകാൻ ഇടയാക്കിയത്. 1-2 ഘട്ടങ്ങളിൽ പെട്ടിയും പറയും ഉപയോഗിച്ചാണ് കായൽ നിലങ്ങൾ നികത്തിയെടുത്തതെങ്കിൽ ഈ 3-ാം ഘട്ടത്തിൽ മണ്ണെണ്ണ, ഡീസൽ എന്നിവ കൊണ്ട് പ്രവർത്തിപ്പിക്കുന്ന എഞ്ചിനുകൾ ഉപയോഗിച്ചാണ് വെള്ളം വറ്റിച്ചത്. അതുകൊണ്ട് തന്നെ കൂടുതൽ കായൽ നിലങ്ങൾ ഈ ഘട്ടത്തിൽ നികത്തപ്പെട്ടു. ഏകദേശം 5000 ഹെക്ടർ കായൽ നിലങ്ങൾ ഈ 3-ാം ഘട്ടത്തിൽ രൂപം കൊണ്ടിട്ടുണ്ട്. 1943 കുട്ടനാട്ടിൽ കായൽ നികത്തൽ അവസാനിച്ചു. ഇനി മുരിക്കൻ്റെ കഥയിലേക്ക് പോകാം. മുരിക്കനെ ഔതച്ചൻ എന്നാണ് വിളിച്ചിരുന്നത്. ഔതച്ചൻ്റെ പിതാവ് തോമൻ ലൂക്ക വൈക്കത്തിനടുത്ത് കുലശേഖരമംഗലം കരയിൽ അഴീക്കൽ വീട്ടിൽ നിന്നും ഫലഭൂയിഷ്ടിയുള്ള കൃഷിസ്ഥലം അന്വേഷിച്ച് കാവാലത്ത് വന്ന് താമസം തുടങ്ങി. ഔതച്ചൻ ജനിച്ചത് 1900-ലാണ്. 9ാം ക്ലാസ് വരെയാണ് ഔതച്ചൻ എന്ന ജോസഫ് അല്ലെങ്കിൽ മുരിക്കൻ പഠിച്ചുള്ളൂ. അത് കഴിഞ്ഞ് കൃഷിയിലേക്ക് ഇറങ്ങി
കൃഷി ജീവാത്മാവും പരമാത്മാവുമായി അദ്ദേഹം കണക്കാക്കി. അദ്ദേഹം വളരെ സമ്പത്തുണ്ടാക്കി. അതിൻ്റെ പിതാവും പിതാമഹനും ഒക്കെ ഒരുപാട് സമ്പത്തുണ്ടാക്കിയിരുന്നു. നെല്ല് കൊയ്യുന്നതിനും സംഭരിക്കുന്നതിനും ധാരാളം തൊഴിലാളികളും വള്ളങ്ങളും സംഭരണശാലകളും അടങ്ങുന്ന വിപുലമായ സംവിധാനം ഔതച്ചൻ്റെ വീട്ടിലുണ്ടായിരുന്നു. കൈയിറക്കമുള്ള കോളറില്ലാത്ത ഷർട്ടും വെള്ള ചീട്ടിത്തുണിയുടെ ഒറ്റമുണ്ടും തോളിൽ മേൽമുണ്ടും ഷർട്ടിനകത്ത് അരക്കയ്യൻ ബനിയനുമൊക്കെ ഇട്ട് കഴുത്തിൽ വെന്തിങ്ങ, കയ്യിൽ കാലംകുട, ലെതർ സ്ട്രാപ്പുള്ള വാച്ച്, ബ്രൗൺ നിറത്തിലുള്ള തോൽപ്പെട്ടി പിടിച്ച് ഒരാൾ. ഇതാണ് പ്രതാപകാലത്ത് മുരുക്കൻ്റെ വേഷവിധാനമായിരുന്നു. തൻ്റെ ഏലിയാസ് എന്ന ബോട്ടിൽ വേമ്പനാട് കായലിലൂടെ അദ്ദേഹം സഞ്ചരിച്ചു. ബോട്ടിലിരുന്ന തുണി കൊണ്ടുള്ള ചാരുകസേരയായിരുന്നു ഏക ആർഭാടമായിട്ടുണ്ടായത്. വേറെയും ബോട്ടുണ്ടായിരുന്നെങ്കിലും ഏലിയാസ് എന്ന ബോട്ടിനോടായിരുന്നു അദ്ദേഹത്തിന് ആത്മബന്ധമുണ്ടായിരുന്നത്. ഒരിക്കലും മുതലാളി എന്ന് വിളിക്കപ്പെടാൻ അദ്ദേഹം ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് കുട്ടനാട് അദ്ദേഹത്തെ സ്നേഹപൂർവ്വം അച്ചായൻ എന്ന് വിളിച്ചു. മുരുക്കുമൂട്ടിൽ ഔതച്ചൻ പുത്തൻപുര പഞ്ചാരയിൽ ഏലിയാമ്മയെയാണ് വിവാഹം ചെയ്തിരുന്നത്. അവർക്ക് 7 ആൺമക്കളും ഒരു പെൺകുട്ടിയും ഉണ്ടായിരുന്നു. 3 പതിറ്റാണ്ടിന് മേൽ അച്ചായൻ കൃഷിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു. പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഇന്ദിരാഗാന്ധിയോടൊപ്പം കായൽ നിലങ്ങൾ സന്ദർശിക്കുകയും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ സന്തോഷിച്ച് അഭിനന്ദിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഉറച്ച വിശ്വാസിയും തികഞ്ഞ കത്തോലിക്കനും സഭയ്ക്ക് പള്ളികൾ പണിത് നൽകുകയൊക്കെ ചെയ്ത ആളാണ് മുരുക്കൻ. ആത്മസുഹൃത്തായ മേനാന്തോട്ടം MK തോമസുമായി കുടുംബസമേതം 1960 റോമിൽ പോയി മാർപ്പാപ്പയെ സന്ദർശിച്ചു. അന്ന് 23ാമൻ മാർപ്പാപ്പയായിരുന്നു ഉണ്ടായിരുന്നത്. ഇനി കായൽ കൃഷിഭൂമി ആക്കിയ കഥയാണ് നമുക്ക് നോക്കേണ്ടത്. അധ്വാനവും മുതൽ മുടക്കും ഏറെ ആവശ്യമായ ഒന്നായിരുന്നു കായൽ നികത്തൽ. ബണ്ട് നിർമ്മാണമാണ് ആദ്യം ചെയ്യേണ്ടത്. 100 കണക്കിന് തൊഴിലാളികളെയും നിരവധി വള്ളങ്ങളെയും സംഘടിപ്പിക്കുക എന്നതായിരുന്നു ആദ്യത്തെ ചുമതല. തെങ്ങ് മുറിച്ചെടുത്ത് വരുന്നവർ, ആറ്റിൽ എവിടെ നോക്കിയാലും ചെളി കുത്തുന്നവർ, ഒന്നിനു പിറകെ ഒന്നായി ചെളി കുത്തി നിറച്ച് കായലിലേക്ക് നീങ്ങുന്ന വള്ളങ്ങൾ. അന്നത്തെ കുട്ടനാടിൻ്റെ ചിത്രം ഇതായിരുന്നു. കുറ്റികൾ ഉറപ്പിക്കുവാനും ചെളി വാരാനും വെള്ളത്തിന് അടിയിൽ മുങ്ങണം. ഓളപ്പരപ്പിന് മുകളിൽ കണ്ടതുപോലെ അത്രയും തൊഴിലാളികൾ വെള്ളത്തിന് അടിത്തട്ടിയിലും പണിയെടുക്കും. അവർ എന്തിനും തയ്യാറായിരുന്നു. നാടെങ്ങും പട്ടിണിയും ദാരിദ്ര്യവുമാണ്. തെങ്ങിൻ കുറ്റി 30 അടി നീളത്തിൽ മുറിച്ച് 4ആയി കീറി കുറിപ്പിച്ച ശേഷം കായലിൻ്റെ അടിത്തട്ടിലെ ചെളിയിൽ അടിച്ചു താഴ്ത്തിയാണ് ബണ്ടിൻ്റെ ഇരുവശവും ഭദ്രമാക്കുക. അടിത്തട്ടിൽ 20 അടി വീതിയും മുകളിൽ 5 അടി വീതിയുമാണ് ബണ്ടിന്. തെങ്ങിൻ കുറ്റികളുടെ നിരയുടെ ഉൾഭാഗത്ത് മുള ചതച്ചുണ്ടാക്കിയ ചെറ്റ നിരത്തി കെട്ടിയാണ് ഭിത്തി നിർമ്മിക്കുക. ഭിത്തിക്കുള്ളിൽ ആദ്യം 1 അടി കനത്തിൽ കടപ്പുറം മണ്ണ് വിരിക്കും. അതിനു മുകളിൽ 3 അടി കനത്തിൽ കായലിൽ നിന്നുള്ള ചെളിക്കട്ടയിടും. കുറ്റിച്ചെടികളും മരക്കൊമ്പുകളും കെട്ടിയുണ്ടാക്കുന്ന കറ്റകൾ ചെളിക്കട്ടകൾക്ക് മുകളിൽ നിരത്തുന്നു. അതിനു മുകളിൽ കട്ടയും മണലുമിട്ട് ചിറയാക്കുന്നു. കുട്ടനാട്ടിൽ തൊഴിലവസരം ഉണ്ടായപ്പോൾ അകലെ നിന്നും ജോലി അന്വേഷിച്ച ആളുകൾ വരാൻ തുടങ്ങി. നാട്ടിൽ ദാരിദ്ര്യമായതിനാൽ എന്തു പണി ചെയ്യുവാനും ജനങ്ങൾ സന്നദ്ധരായിരുന്നു. കായൽ കുത്തിയെടുക്കുന്നതിനോടൊപ്പം നിരവധി ജോലികൾ വേറെ ഉണ്ടായിരുന്നു. ബോട്ടോടിക്കുന്നവർ, വള്ളമൂന്നുകാർ, ആശേരിമാർ, കൊല്ലന്മാർ, നെല്ല് പുഴുങ്ങിയെടുക്കുന്നവർ, ഉലയ്ക്ക കുത്തുന്നവർ, അരിയാട്ടുന്നവർ, തവിട് പാറ്റുന്നവർ, പമ്പ് സെറ്റ് ശരിയാക്കുന്നവർ, കന്നുകൂട്ടുകാർ, പാചകക്കാർ, കെട്ടുവള്ളവും ബോട്ടും പണിയുന്നവർ, മുളച്ചങ്ങാടം ഊന്നുന്നവർ, അങ്ങനെ ഒരുപാട് പണികൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ ഒട്ടേറെ തൊഴിൽ സാധ്യത അദ്ദേഹം ഉണ്ടാക്കി. മുരുക്കുമൂട്ടിൽ ഔതച്ചായനെ കണ്ടാൽ ജോലി ഉറപ്പായിരുന്നു. തുടങ്ങിയത് 500ഓളം തൊഴിലാളികളുമായിട്ടാണെങ്കിലും ആഴ്ചകൾ ചെന്നപ്പോൾ തൊഴിലാളികളുടെ എണ്ണം ഏകദേശം 3000 കടന്നു. ചെയ്യുന്ന ജോലിക്ക് അദ്ദേഹം മുടങ്ങാതെ കൂലി കൊടുത്തു. എല്ലാ ശനിയാഴ്ചയും തറവാടിൻ്റെ അരമതിലിൽ പണപ്പെട്ടിയും കണക്ക് പുസ്തകവുമായി അദ്ദേഹം ഇരിക്കും. രാത്രി ഏറെ വൈകുവോളം തൊഴിലാളികൾക്ക് കൂലി കൊടുത്തുകൊണ്ടിരുന്നു. ഒരാളോടും നാളെ എന്ന് പറഞ്ഞിട്ടില്ല. തൻ്റെ ജോലിക്കാർക്കായി ഉച്ചയ്ക്കുള്ള ഭക്ഷണം തൊട്ടടുത്തുള്ള 6 ബ്ലോക്കിൽ പാകപ്പെടുത്തി വള്ളത്തിൽ അതാത് സ്ഥലത്ത് എത്തിച്ചു കൊടുത്തുകൊണ്ടിരുന്നു. 1000കണക്കിന് ദണ്ട് നീളമുള്ള ചിറയാണ് മുരുകൻ നിർമ്മിച്ചത്. ഒരു ദണ്ട് നീളത്തിൽ ചിറ കെട്ടാൻ 16 തെങ്ങിൻ കുറ്റി, 8 മുളയുടെ ചെറ്റ, 500 കറ്റ, 16 ടൺ ചെളിക്കട്ടയും മണലും 80 തൊഴിലാളികളുടെ അധ്വാനം എന്നതാണ് കണക്ക്.
ഒഴുക്കുള്ള കായലിൻ്റെ അടിയിലാണ് ഇതൊക്കെയും ചെയ്യുന്നത്. എത്രയോ ചെളികൾ മണ്ണുമൊക്കെ ഒഴുകിപ്പോയിട്ടുണ്ടാകും. പക്ഷേ മുരുക്കൻ എന്ത് കഷ്ടനഷ്ടം സഹിച്ചായാലും പിടിച്ചു നിൽക്കണമായിരുന്നു. കാരണം മുരുക്കന് ജയിക്കണമായിരുന്നു. ബോയിലറുകളിൽ മരക്കരിയിട്ട് കത്തിച്ചുണ്ടാക്കുന്ന ആവിയിൽ പ്രവർത്തിക്കുന്ന പമ്പുകൾ ഉപയോഗിച്ചാണ് ചിറയ്ക്കുള്ളിലെ വെള്ളം വറ്റിക്കുക. എന്നിട്ട് കട്ടി കുറഞ്ഞ ചെളിയിറക്കി കായൽ നികത്തി നെല്ല് നടാൻ പാകത്തിനാക്കിയെടുക്കും, സ്ഥലമൊരുക്കും. അങ്ങനെ ആദ്യ സംരംഭം 1941 ശ്രീ ചിത്തിര തിരുനാളിൻ്റെ കാലത്ത് തുടക്കമിട്ടു. അതുകൊണ്ട് മഹാരാജാവിൻ്റെ പേരിട്ടു ക്യൂ ബ്ലോക്ക് എന്ന ചിത്രക്കായൽ. രണ്ടാമത്തെ കായൽ മാർത്താണ്ഡവർമ്മയുടെ പേരിൽ 1945 ഉയർത്തി എസ് ബ്ലോക്ക് എന്ന മാർത്താണ്ഡം കായൽ. മാർത്താണ്ഡം കായലിൽ ആദ്യം വിത്ത് വിതയ്ക്കാൻ അമ്മ മഹാറാണി നേരിട്ടെത്തി. 1950 മൂന്നാമത്തെ കായൽ കുത്തി കൃഷി ഇറക്കിയപ്പോൾ റാണിക്കായൽ എന്ന് പേരിട്ടു ടി ബ്ലോക്ക് എന്നറിയപ്പെടുന്നു. ക്രാന്തദർശിയായ കർഷക പ്രമാണിയുടെ നിശ്ചയദാർഢ്യത്തിൻ്റെയും അവിരാമമായ പരിശ്രമത്തിൻ്റെയും മുമ്പിൽ കായൽ കീഴടങ്ങി കൃഷിനിലമായി മാറി. നിലം നികത്തിയലിലൂടെ ഏകദേശം 4000 ടണ്ണോളം അരി വർഷം തോറും ഉൽപ്പാദിപ്പിക്കാൻ മുരുക്കന് കഴിഞ്ഞു. അതും സമുദ്രനിരപ്പിന് താഴെയുള്ള കായൽ നിലത്തിൽ നിന്നും. മുരുക്കൻ്റെ അവസാന കാലത്തെ കഥകൾ നോക്കാം. രാഷ്ട്രീയ പാർട്ടികളുടെ കടന്നുകയറ്റത്തോടെ അച്ചായൻ എന്ന വിളിപ്പേര് ബൂർഷ്വ എന്ന വിളിപ്പേരായിട്ട് മാറി. ശാന്തമായ വേമ്പനാട് കായൽ സമര കോലാഹലങ്ങളുടെ വേലിയേറ്റമുണ്ടായി. സർക്കാർ അച്ചായനെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചു. രാജ്യരക്ഷാ വകുപ്പ് ഉപയോഗിച്ച് മുരുക്കൻ്റെ നെൽപ്പാടങ്ങൾ സർക്കാർ കണ്ടുകെട്ടി. ആശുപത്രിയിലായിരുന്ന മുരുക്കനച്ചായനെ ഇതറിയിച്ചില്ല. പിന്നീട് ചികിത്സ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴാണ് നടന്ന സംഭവങ്ങൾ അദ്ദേഹം അറിഞ്ഞത്. നിലാവിൻ്റെ വെളിച്ചമുള്ള രാത്രികളിൽ നിശബ്ദനായി ഏകനായി താൻ സൃഷ്ടിച്ച കുട്ടനാടൻ കൃഷിയിടങ്ങളുടെ അരികിലൂടെ ബോട്ടിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്തത് ഒരിക്കൽ കൂടി തൻ്റെ കൃഷിയിടങ്ങൾ കണ്ണുനിറയെ കാണാനായിരുന്നു. അധികം താമസിയാതെ അദ്ദേഹം തിരുവനന്തപുരത്ത് ജപ്പാൻകാരനായ നിഷിമോറെ എന്ന ആളിൽ നിന്ന് വർഷങ്ങൾക്ക് മുമ്പ് മേടിച്ച പാംഡെയിൽ എന്ന വീട്ടിലേക്ക് താമസം മാറ്റി. പ്രിയ സുഹൃത്തും പ്ലാന്ററുമായിരുന്ന റാന്നിക്കാരൻ മേനാന്തോട്ടം MK തോമസ് തിരുവനന്തപുരത്ത് മുട്ടടയിൽ അരുമത്യ എന്ന് നാമകരണം ചെയ്ത വീട്ടിൽ താമസിക്കുന്നത് ഔദച്ചിന് വലിയ സന്തോഷമായിരുന്നു. തോമസിൻ്റെ പ്രേരണയാൽ മലബാറിൽ റബ്ബർ കൃഷി വർഷങ്ങൾക്ക് മുമ്പേ തുടങ്ങിയിരുന്നു. കൂടാതെ ഔദച്ചൻ്റെ പിതാമഹൻ്റെ കാലത്ത് തെക്കൻ തിരുവിതാംകൂറിലും റബ്ബർ കൃഷിയിൽ ഏർപ്പെട്ടിരുന്നതിനാൽ മുരുക്കുംമൂട്ടിൽ കുടുംബം ആഭിജാത്യത്തോടെ പിന്നീടുള്ള കാലം കഴിഞ്ഞുകൂട്ടി. 1972 ഡിസംബർ 9 ഒരു ഭാരത് ബന്ദ് ദിവസം കായലിൻ്റെ രാജാവ് തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിൽ കിടക്കവേ ജീവിതത്തിൻ്റെ മറുകരയിലേക്ക് യാത്രയായി. ശ്രീ ചിത്തിര തിരുനാൾ ഔദച്ചൻ്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത് ഇപ്രകാരം പറഞ്ഞു: സാഹസികനും കഠിനാധ്വാനിയും ഈശ്വരവിശ്വാസിയും എളിമയും ഉള്ള മുരുക്കുംമൂട്ടിൽ തൊമ്മൻ ജോസഫ് രണ്ടാം ലോകമഹായുദ്ധാനന്തര കാലത്ത് തിരുവിതാംകൂറിൽ ഭക്ഷ്യക്ഷാമമുണ്ടായപ്പോൾ തിരുവിതാംകൂറിലെ പ്രജകളെ പട്ടിണിയിൽ നിന്നും രക്ഷിച്ച മഹത് വ്യക്തിയാണ് എന്നാണ് രാജാവ് പറഞ്ഞത്. കുട്ടനാട്ടിൽ കൂട്ടത്തിൽ നടന്നവരും കൂട്ടത്തിൽ ജോലിയെടുത്തവരും അദ്ദേഹത്തിൻ്റെ മരണവാർത്ത കേട്ട് ചങ്ങനാശ്ശേരി വരെ നടന്ന് പിന്നെ തീവണ്ടിയിൽ കയറി തിരുവനന്തപുരത്ത് എത്തിയപ്പോഴേക്കും ജോസഫ് മുരുക്കൻ എന്ന ഔദച്ചൻ പട്ടം സെൻറ്റ് മേരീസ് കത്തീഡ്രൽ സിമിത്തേരിയിലേക്ക് യാത്ര പറഞ്ഞിറങ്ങിയിരുന്നു. തകർച്ചയുടെ കഥകൾ നോക്കാം. കുറഞ്ഞ കൂലിയുമായി ബന്ധപ്പെട്ട് തൊഴിലാളി പ്രസ്ഥാനങ്ങൾ മുരുക്കനെതിരെ സമരമാർഗങ്ങൾ അവലംബിക്കുകയുണ്ടായി. തുടർന്ന് രാജ്യരക്ഷാ നിയമം ഉപയോഗിച്ച് മുരുക്കൻ്റെ കായൽ നിലങ്ങൾ സർക്കാർ ഏറ്റെടുത്തു. ആദ്യ വർഷം സർക്കാർ കൃഷി ചെയ്ത് ലാഭമുണ്ടാക്കി. അടുത്ത 2 വർഷം കൃഷി നഷ്ടമായി. 76 കൂട്ടുകൃഷി സംഘങ്ങളുണ്ടാക്കി കൃഷി നടത്തിയിട്ടും ലാഭകരമായില്ല. പിറ്റേ വർഷം ഭൂരഹിത കർഷക തൊഴിലാളികൾക്ക് 1/2 ഏക്കർ പാടം വീതം വീതിച്ചു നൽകി കൂട്ടുകൃഷി നടത്തി. പിന്നീട് പാട്ടകൃഷി പരീക്ഷിച്ചുവെങ്കിലും മാർത്താണ്ഡം ഒഴികെയുള്ള നിലങ്ങളിൽ പരാജയപ്പെട്ടു. ചിത്രയിലും റാണിയിലും അടിത്തട്ടിലെ കക്കവാരൽ തുടങ്ങിയതോടുകൂടി ബണ്ടുകൾ തകർന്നു. പിന്നെയും കാലം കഴിഞ്ഞു. കൃഷി ആർക്കും വേണ്ടാതായി. ചിത്രക്കായൽ തരിശായി കിടന്നു കുറേ കാലത്തോളം. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. മുരുക്കൻ്റെ വീടിൻ്റെ കഥ നോക്കാം. മുരുക്കൻ്റെ കാവാലത്തെ വീട് ഇന്ന് അനാഥമാണ്. 10,000 പറകൾ നിറച്ച ചെമ്പാവ് നെന്മണികൾ കോരിയിട്ട നെല്ലറകൾ നെൽച്ചൂരിൻ്റെ ഗന്ധം പേറി ഇന്നവിടെ കിടക്കുകയാണ്. അങ്ങോട്ടുള്ള നടവഴികളിൽ
നെല്ലിൻ തണ്ടിൻ്റെ എണ്ണമറ്റ കർഷക തൊഴിലാളികളുടെയും വിയർപ്പിൻ്റെ ഗന്ധം നമുക്ക് കാണാൻ പറ്റും. ആയിരപ്പറകൾ പദമായി അളന്നു കൊടുത്ത അങ്കണം, 10,000 പറകൾ അളന്നു സൂക്ഷിച്ച സംഭരണശാല, പോയ കാലത്തിൻ്റെ ആത്മചൈതന്യം ഇവയെല്ലാം പൊന്നുപോലെ കാത്തുപോരുന്നു. അറയും പുരയും പത്തായവും മണിച്ചിത്രത്താഴും നടുമുറ്റവും ഒക്കെയുള്ള മുരുക്കൻ തറവാട് ഒട്ടേറെ സിനിമകളുടെ ചിത്രീകരണത്തിന് വേദിയായിട്ടുണ്ട്. കാലഗതിയിൽ കൈമോശം വരാതെ ഈ കാർഷിക പൈതൃക കേന്ദ്രത്തെ സംരക്ഷിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. അത് കൃഷി അനിവാര്യമായ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ആവശ്യകത കൂടിയാണ്. കുട്ടനാടിൻ്റെ കർഷക ചരിത്രം കണ്ടാൻ അറിയാനെത്തുന്ന പുതിയ തലമുറയ്ക്കായിട്ടെങ്കിലും ഈ കൃഷിഭവനം നിധി പോലെ കാത്തുസൂക്ഷിക്കേണ്ടതാണ്. മുരിക്കൻ്റെ കുളത്തെ ഒന്ന് നോക്കാം. കുട്ടനാട് ചിത്രക്കായലിൽ ഇപ്പോൾ കാടുമൂടി ചെളി നിറഞ്ഞു കിടക്കുന്ന മുരിക്കൻ്റെ കുളം ജലശാസ്ത്ര വിസ്മയമാണ്. 10 ഏക്കറോളം വിസ്തൃതിയുള്ള കുളത്തിനരികിലൂടെ സമീപ കായലിലെ ജനങ്ങൾ ശുദ്ധജലത്തിനായി അലയുമ്പോൾ പഴയ തലമുറ കുറ്റബോധത്തോടെ താഴേക്ക് നോക്കും. കിലോമീറ്ററുകൾ തുഴഞ്ഞും നടന്നും കാനുകളിലും കന്നാസുകളിലുമൊക്കെ വെള്ളം കൊണ്ടുവന്ന് കുടിക്കുമ്പോൾ മുറ്റത്തെ ചെപ്പ് ആരും കാണുന്നില്ലല്ലോ എന്നവരോർക്കും. ഉപ്പു നിറഞ്ഞ കുട്ടനാടൻ ജലാശയങ്ങൾക്ക് നടുവിൽ ശുദ്ധജലം നൽകുന്ന കുളം എല്ലാവരും ഇപ്പോൾ മറന്ന മട്ടാണ്. ഉപ്പുവെള്ളത്തിന് നടുവിൽ എങ്ങനെ ശുദ്ധജലം സംഭരിക്കുന്നെന്നും ആരും ഇപ്പോഴും തിരിച്ചറിയുന്നില്ല. മുരിക്കൻ്റെയും പഴയ തലമുറയുടെയും നാടൻ ജലശാസ്ത്രത്തെ വെല്ലുന്ന സാങ്കേതികവിദ്യ ഈ നൂറ്റാണ്ടിലും പിറന്നിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. കായലിൽ മുട്ടിട്ട് ചിറ നിർമ്മിക്കാൻ വന്ന മുരിക്കൻ നേരിട്ട പ്രധാന വെല്ലുവിളി ശുദ്ധജലക്ഷാമമാണ്. ആയിരക്കണക്കിന് തൊഴിലാളികൾക്ക് എവിടെ നിന്ന് വെള്ളം കൊടുക്കും? ഒടുവിൽ ചിത്രക്കായലിൽ പള്ളിക്ക് സമീപം 10 ഏക്കർ വിസ്തൃതിയിൽ കുളം നിർമ്മിച്ചു. പാടശേഖരത്തിലായാലും കായലിലായാലും കുഴിച്ചാൽ ഉപ്പുവെള്ളമാണ്. ചുറ്റും കല്ലുകെട്ടി അടിയിൽ കക്ക പാകി അങ്ങനെ അരിച്ചിറങ്ങുന്ന വെള്ളത്തിൽ ഉപ്പിൻ്റെ അംശം പോയി ശുദ്ധജലമായി. കക്കയുടെ പല അടുക്കുകൾ വിരിച്ചാണ് മുരുക്കൻ ശുദ്ധീകരണ പ്രക്രിയ സംവിധാനം നിർമ്മിച്ചത്. മുരുക്കൻ്റെ കുളത്തിൽ എന്നും ആവശ്യത്തിന് വെള്ളമുണ്ടായിരുന്നു. തൻ്റെ കായൽ തൊഴിലാളികൾക്ക് പുറമെ സമീപ കായലുകളിൽ നിന്നുള്ളവർക്കും ഈ കുളത്തിൽ നിന്ന് വെള്ളം കൊടുത്തു. കായൽ നിലങ്ങളുടെ ഉടമസ്ഥത മറിയോടുകൂടി കുളത്തിൻ്റെ പ്രത്യേകത അവർ മറന്നു. വർഷങ്ങൾ കഴിഞ്ഞതോടെ കുളം ചെളി നിറഞ്ഞ് നാശമായി. ഈ കാലഘട്ടത്തിലെങ്കിലും അത് പുനരുദ്ധരിക്കണം എന്നാണ് എൻ്റെ പക്ഷം. ഈ കഥകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി. നല്ല നമസ്കാരം.